ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമസ്തേ കൊച്ചിയിലെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഞാൻ പല്ലൊക്കെ തേച്ച് കുളിച്ചില്ല. എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവമോളുടെ റിപ്പോർട്ട് കാർഡ് മേടിക്കേണ്ട ദിവസമുള്ളൂ. അപ്പം PT മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ പുതിയ ബുക്സൊക്കെ കിട്ടും. അപ്പം അതിനുവേണ്ടി പോണേണ്. 8 to 9 ഞങ്ങളുടെ സ്ലോട്ട്. ഇപ്പോൾ 8:10 ആയിട്ടിരിക്കുകയാണ്. കാരണം ഞാനവിടെ നേരത്തെ ചെല്ലാറില്ല. സോറി ഗൈസ്. സോ നമുക്കിപ്പോൾ അവളുടെ സ്കൂളിലോട്ട് പോവാം. യുദ്ധം കാരണം കൊണ്ട് പുള്ളിക്കാരത്തി പാസ്സായി. പരീക്ഷ ഇതാണ്ട് എന്തായാലും ഇലക്ക്. അപ്പോൾ നമുക്ക് അവളുടെ സ്കൂളിൽ ചെന്നിട്ട് റിപ്പോർട്ട് കാർഡ് മേടിക്കാം. മേ ബി ഞാൻ സ്കൂളിൽ കാണിക്കില്ല, എനിക്ക് നാണമായിരിക്കും. ലെറ്റ്സ് സീ. ബൈ. എന്തോ ഇന്നത്തെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് സ്ലിം ആയതൊരു തോന്നുന്നുണ്ട്. അപ്പം ഇത് ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിലോട്ട്. ഇവിടുത്തെ ഈ ഡോറിന് മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് തുറന്ന് വരത്തില്ല, കുറച്ച് ടഫാണ്, സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് 2-3 തവണ കുത്തിയതിന് ശേഷമാണ് അത് ഓപ്പൺ ആയത്. അതിന് ശേഷം നമ്മൾ കാറൊക്കെ ഓപ്പൺ ആക്കി കാറിൻ്റെ ഉള്ളിൽ കയറാൻ പോണേ കേട്ടോ. അപ്പം 8 to 9 അവളുടെ ടൈമിങ്ങെങ്കിലും നമ്മൾ 8:30 ഇറങ്ങനെയാണ്. വീടിൻ്റെ കീ സേഫായിട്ട് തന്നെ, കാറിൻ്റെ കീ ഉണ്ട്, എല്ലാം സെറ്റ്. അപ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് വണ്ടി എടുക്കണേക്കുമ്പോൾ ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചിട്ട് വണ്ടി എടുക്കാറുള്ളൂ കേട്ടോ. അത് എനിക്ക് എപ്പോഴുള്ള ഒരു സ്വഭാവമാണ്. ദെൻ നമ്മൾ എടുത്താല വണ്ടി വളച്ച് സ്കൂളിലോട്ട് പോണേ. അപ്പം ആ പോണ വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് വിൻഡോ ഒക്കെ തുറന്നിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഭയങ്കര സീരിയസ് ആണല്ലോ ഓടിക്കണം. അപ്പം നമ്മുടെ ഖത്തറിൽ നല്ല ഒരു ട്രാഫിക് സിസ്റ്റം തന്നെയാണ് ഉള്ളത്, നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല. പക്ഷെ എന്നാലും ചില കത്രികൾ ഇങ്ങനെ ഇടയിൽ കൂടെ ഒക്കെ കയറിപ്പോ. എന്താണെന്നറിയില്ല, ഇവരുടെ സ്കൂളിലോട്ട് ഞാൻ പ്രോഗ്രസ് കാർഡ് മേടിക്കാൻ പോകുമ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചങ്കെടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ചെറുപ്പത്തിൽ 1ാം ക്ലാസ്സിൽ വെച്ച് ഞാനിങ്ങനെ എന്തിട്ടാണ് പഠിക്കാൻ നല്ല പുറകോട്ടുള്ള ഒരു കൊച്ചായിരുന്നേ. അപ്പം അന്ന് എൻ്റെ എക്സാമിൻ്റെ ടൈമിൽ ഒരു ഹർത്താൽ വന്നെന്നും പറഞ്ഞ് ആരും സ്കൂളിൽ പോണില്ല, ഹർത്താലാണ്, സ്കൂളില്ല, പരീക്ഷ ഇല്ലെന്ന് പറഞ്ഞ് ഇതായി. ഓട്ടോക്കാരൻ ചേട്ടൻ വന്നില്ല. അങ്ങനെ എൻ്റെ ഒരു പരീക്ഷ ഞാൻ എഴുതിയില്ല. അവർ പിള്ളേരെ അങ്ങനെ തോപ്പിച്ച് വിടാൻ പാടില്ല, പക്ഷെ എന്നാലും അവരൊരു എക്സാം എഴുതാത്തോണ്ട് എന്നെ തോപ്പിച്ച് അങ്ങോട്ട് വിട്ട്. കുഞ്ഞു പിള്ളേരല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ വിചാരിച്ച് വിട്ടാൽ മതി. പക്ഷെ അതെനിക്കൊരു ട്രോമയായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ അവളുടെ പ്രോഗ്രസ് കാർഡ് മേടിക്കാൻ പോകുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഡും ഡും നടിക്കരുത്. കാരണം അന്നത്തെ ഒരു പേടി, അന്ന് ഞാൻ മമ്മിയുടെ കൂടെ പോയപ്പം പേടിച്ചാണ് പോയത്. പാസ്സാവും പേടിച്ചാണ് പോയത്. കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ 2ാം ക്ലാസ് അടിച്ചു വിളിക്കാന്നൊക്കെ വിചാരിച്ച് പോയതാ. പക്ഷെ എന്തോ നടന്നില്ല. ഇങ്ങനെയൊക്കെ ഓരോ ട്രോമകൾ ഓരോ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലേ. പിന്നെ പോരാത്തിന് ആ ടൈമിൽ ഭയങ്കര കഷ്ടപ്പെട്ട എൻ്റെ മമ്മി എന്നെ CBSE സ്കൂളിൽ പഠിപ്പിച്ചു കേട്ടോ. പുള്ളിക്കാരത്തി കുറേ വർക്കൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട്. പപ്പ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും പറഞ്ഞു എന്നെ ഗവൺമെൻറ് സ്കൂളിലാക്കാൻ. പക്ഷെ എൻ്റെ മമ്മീനെ ആക്കിയില്ല. എൻ്റെ മമ്മീനെ CBSE സ്കൂളിൽ തന്നെ വിട്ട് പഠിപ്പിച്ചു. കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓരോരോ ക്ലാസ്സുകളിൽ പോകുമ്പോഴും എല്ലാ പിള്ളേർക്കും പുതിയ പുതിയ ഡ്രസ്സുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തിരിച്ചും മറച്ചും അടിച്ചും തന്നെ പഴയ ആൾക്കാരൊക്കെ ഡ്രസ്സൊക്കെ മേടിച്ച് യൂണിഫോമൊക്കെ തയ്ച്ച് തരുമായിരുന്നു മമ്മി. പുതിയ ഡ്രസ്സ് കിട്ടാൻ വേണ്ടി ഞാൻ ആ ഡ്രസ്സ്, എൻ്റെ യൂണിഫോം കുഴിച്ചിട്ട കഥ വരെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയതറിയോ? എന്ത് വെച്ചാൽ മമ്മിക്ക് കാശ് കിട്ടണ വരെ ഞാൻ തന്നെയും പിന്നെ ഉള്ള കളർ ഡ്രസ്സ് ഇട്ട് പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് മടുപ്പായി സ്കൂളിൽ പോയി. ടീച്ചർമാരൊക്കെ പിടിച്ച് എണീപ്പിച്ച് പുറത്ത് നിർത്തുമായിരുന്നു. ഇറ്റ് വാസ് എ ട്രോമാറ്റിക് ടൈം. ഇപ്പം എൻ്റെ കൊച്ചിൻ്റെ പ്രോഗ്രസ് കാർഡ് എനിക്ക് അവളുടെ സ്കൂളിൽ മേടിക്കാൻ പോകുമ്പോൾ എനിക്ക് അതാ തോന്നണം. എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്ന് ഞാൻ ആ റിസൾട്ട് പേടിക്കാൻ എൻ്റെ മമ്മിയുടെ കൂടെ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു പേടിയും അന്ന് ആ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഉണ്ടായ ട്രോമയും ഇന്നിപ്പം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ കൊച്ചിൻ്റെ അടുത്തില്ല കേട്ടോ. അവള് ഹാപ്പി. അവൾക്ക് പഠിച്ചാലെന്ത് പഠിച്ചില്ലെങ്കിൽ എന്ത്, അതാണ് ജീവിതം അല്ലേ, ഓരോരോ ഓർമ്മകൾ. അപ്പോൾ ഇതേ നമ്മൾ അവളുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ദേ അവളുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഗ്രീൻവുഡ് ഇൻ്റർനാഷണൽ സ്കൂൾ തുമാമയിലാണ് ഇമ്മോള് പഠിക്കുന്നത്. അപ്പം സ്കൂളിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ നേരത്തെ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് നാണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. എന്നാലും കുറച്ചൊക്കെ ആയിട്ട് എടുത്തു. അപ്പം അവൾ പഠിച്ചുകൊണ്ടിരുന്നത് KG 1Cയിലാണ്. അപ്പോൾ അടുത്ത സ്റ്റാഫൊക്കെ കാണുന്നവരെ ചിരിക്കും. ബിക്കോസ് സ്ഥിരം ലേറ്റായിട്ട് പോണ ആളായിരുന്നു ഞങ്ങൾ. അപ്പോൾ നോ ഫീ ഒക്കെ ഡ്യൂ ഒക്കെ കിട്ടി. എല്ലാം കൃത്യമാണ്, പേയ്മെൻ്റ് എല്ലാം ഫീസിൻ്റെ ഒക്കെ കാര്യത്തിൽ. അങ്ങനെ അവളുടെ ക്ലാസ്സിലോട്ട് മീൻസ് അവളുടെ ബുക്സ് കളക്ട് ചെയ്യാനും ന്യൂ ബുക്സ് മേടിക്കാനൊക്കെ വേണ്ടിയിട്ട് ക്ലാസ്സിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, പ്രോഗ്രസ് കാർഡൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് എൻ്റെ കൊച്ചിനെ കുറിച്ച് നല്ല മതിപ്പാണെന്ന് മീൻസ് എനിക്കറിയാം എൻ്റെ കൊച്ചിനെ കുറിച്ച്, വേറെ ആരും പറയേണ്ട ആവശ്യമില്ല. അവളെങ്ങനെയോ പാസ്സായി. യുദ്ധം കാരണം കൊണ്ട് അവൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയില്ല, അല്ലെങ്കിൽ എൻ്റെ കൊച്ചു മുക്കറിട്ടാരെ. കാരണം കൊച്ചിന് ഇമ്മുക്ക് നന്നായിട്ട് ഭയങ്കര എന്താ പറയുക ഹൈപ്പറാണ് പുള്ളിക്കാരത്തി. അപ്പോൾ അവൾക്ക് പഠിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് കുറച്ച് പാടാണ്. അവൾക്ക് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഇവമോളുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിൽ ഏകദേശം എല്ലാവർക്കും അറിയാം. കാരണം എൻ്റെ കൊച്ച് കുറച്ച് ഹൈപ്പറാണ്. അപ്പോൾ ഇതേ KG 1C ഇവിടെ പാരൻസൊക്കെ ബുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ടീച്ചറാണ്, ഭുവനേശ്വരി മിസ്സാണ്. പുള്ളിക്കാരത്തി ഇങ്ങനെ ബുക്സ് ഓരോ പാരൻസിന് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു പാരൻ്റ് അവിടെ ഇരിപ്പുണ്ടല്ലോ, ആ പാരൻ്റ് കൂടി പോയി കഴിഞ്ഞിട്ട്. അപ്പോൾ അവളുടെ ക്ലാസ് ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പ്രിൻസിപ്പളുടെ അടുത്ത് തന്നെ ഇരിക്കണുണ്ട് എൻ്റെ ചക്കര മോള്. എന്തൊരു സുന്ദരിയാ. അങ്ങനെ ബുക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞാൻ ദേ വീട്ടിലോട്ട് പോണേ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ബൈ ബൈ, സീ യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ, സീ യു.